ഭഗവാൻ സർവോന്നതനായ പരമദിവ്യോത്തമ പുരുഷൻ ഗുരുവായൂരപ്പൻ താമസിക്കുന്ന പരമോന്നത വൈകുണ്ഠമാണ് ഗോലോക വൃന്ദാവനം. ഈ ലോകത്തിൽ ഏതൊക്കെ ആസ്വാദനമുണ്ടോ അതെല്ലാം ആർക്ക് വേണ്ടിയായിരിക്കണം? ശ്രീകൃഷ്ണ ഭഗവാൻ വേണ്ടിയായിരിക്കണം. അദ്ദേഹമാണ് ഉടയോ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടിയായിരിക്കണം, അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കണമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുന്നത് തെറ്റാണ്. ജീവാത്മാക്കളുടെ എല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഭഗവാനുമായിട്ട് ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ബന്ധമുണ്ട്, ആ ബന്ധം മുറിഞ്ഞിരിക്കുക. ആ ബന്ധത്തെ വീണ്ടും നിലനിർത്താൻ അല്ലെങ്കിൽ വീണ്ടും ജാഗ്രതമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഈ ശാശ്വത ബന്ധം എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ട്. ഭഗവാൻ കൃഷ്ണനിൽ നിന്നും അടുത്തൊരു കൃഷ്ണൻ വരും. പക്ഷെ ആ കൃഷ്ണന്റെ നിറം കാർമുകിൽ നിറമല്ല, അതാണ് ബലരാമസ്വാമി. ഭഗവാൻ തന്നെ ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് മാറുകയാണ്, അതാണ് ബലരാമസ്വാമി. ബലരാമസ്വാമിക്ക് ജയ. ഇതേപോലെ ഭഗവാനിൽ നിന്നും അസംഖ്യം കൂട്ടുകാർ വരിക, ഗോപന്മാർ. അവരെല്ലാം ഭഗവാന്റെ കൂട്ടുകാരായി ഭഗവാന്റെ സേവനം ചെയ്യുകയാണ്. അപ്പൊ ഭഗവാന് തോന്നി, എന്താ, എനിക്കൊരു കാമുകിയും കൂടെ വേണം. അങ്ങനെ ഭഗവാൻ തന്നെ ഭഗവാന്റെ കാമുകിയായിട്ട് മാറുക. അതാരാണ്? ആര്? ശ്രീമതി രാധാറാണിക്ക്. അതായത് രാധാറാണി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ആദിപരാശക്തി. എന്നിട്ട് ആ ദേവിയിൽ നിന്ന്, ശ്രീമതി രാധാറാണിയിൽ നിന്ന് അസംഖ്യം ഗോപികമാർ വരികയാണ്. ആ ഓരോ ഗോപികമാർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഗോപികമാരെ അസിസ്റ്റ് ചെയ്യാൻ കൊച്ചു ഗോപികമാരുണ്ട്, അവരെയാണ് മഞ്ജരികൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ നാരായണ രൂപം എടുക്കും. എന്നിട്ട് രാധാദേവി ലക്ഷ്മി രൂപത്തിൽ. അതിനനുസരിച്ച് ലക്ഷ്മി ദേവിയെ അസിസ്റ്റ് ചെയ്യാനുള്ള തോഴിമാരും ഭഗവാനെ അസിസ്റ്റ് ചെയ്യാനുള്ള പാർശ്വരും. ഇങ്ങനെയാണ് ഭഗവാന്റെ പൊതുവെ സിസ്റ്റം. അപ്പോൾ വൃന്ദാവനത്തിൽ എല്ലാവർക്കും ഒരേപോലെ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവരവരുടേതായിട്ടുള്ള ഭാവത്തിൽ ഭഗവാൻ കൃഷ്ണനുമായിട്ട് കട്ടപ്രേമുണ്ട് എല്ലാ ജീവാത്മക്കും. അവിടെ ഉള്ള ഒരു പുല്ലിനും ഒരു പുഷ്പത്തിനും പശുക്കൾക്കും പശുക്കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ കൃഷ്ണനോട് സ്നേഹമുണ്ട്. എന്നിട്ട് അവരുടെ സ്നേഹം അവരുടെ രീതിയിൽ അവർ പ്രകടിപ്പിക്കണം. ഒരു പശു ഭഗവാന്റെ പാദം ഇങ്ങനെ നക്കി, അല്ലെങ്കിൽ ഭഗവാന് പാല് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പശുക്കുട്ടികൾ ഭഗവാന്റെ ചുറ്റും ഇങ്ങനെ ചാടി ചാടി കളിച്ചുകൊണ്ട്, കൂട്ടുകാർ ഭഗവാനായിട്ട് കളികൾ കളിച്ചുകൊണ്ട്, ഗോപികമാർ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്. ഭഗവാന് വേണ്ടി മാല തയ്യാറാക്കും, ഭഗവാന് വേണ്ടി പാട്ടുകൾ പാടും, ഭഗവാന് വേണ്ടി കീർത്തനങ്ങൾ രചിക്കും. സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും കലാപരമായിട്ടുള്ള ചിത്രം, ഭഗവാന് വേണ്ടി ചിത്രം വരയ്ക്കും. അങ്ങനെ പല രീതിയിൽ പാചകം ചെയ്തുകൊണ്ടും ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു, ഭഗവാനെ സ്നേഹം കൊണ്ട് സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഇതിലൊരു ഉദാഹരണം നൽകുന്നുണ്ട്. ഉപാധ്യായ നൽകിയ ഉദാഹരണം, ഒരു കൈ എന്ന് പറയുന്ന ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു കൈയുടെ ലക്ഷ്യം എന്താ? ശരീരത്തിന് വേണ്ടി എന്താ? ഈ കൈയുടെ ഉദ്ദേശം എന്താ? ശരീരത്തിന് പ്രവർത്തിക്കുക, അല്ലേ? ഒരു ഭക്ഷണം കഴിക്കാനിരിക്കണം, ആ കൈ പോകട്ടെ, ഉരുളയെടുക്കൂ, വായിക്കാത്തിടും, കൈ പറഞ്ഞ് ഞാൻ കേൾക്കത്തില്ല, എനിക്കിഷ്ടമില്ല, കഴിക്കുന്നോട് എനിക്ക് ഭക്ഷണം കഴിക്കണം, ഞാൻ കേൾക്കത്തില്ല. ശരിയാവോ? കൈയുടെ ലക്ഷ്യം എന്താ? ബോഡിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആണോ അല്ലേ? എന്നാൽ ഓരോ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളിലും നമ്മൾ ആശ്രയിച്ചിരിക്കുകയാണ് ഈ രണ്ട് കൈകളെ, ആണോ അല്ലേ? പിടിക്കാനും പൊക്കാനും എല്ലാത്തിനും നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ. എന്നാൽ ഈ കൈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ശരിയാവോ? ഇല്ല. അതേപോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? കൈ എങ്ങനെയാണോ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അതേപോലെ നമ്മൾ എല്ലാവരും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ്. അല്ല, നിങ്ങൾ ഇവിടെ വരുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വരുമ്പോഴാണ് കൂടുതലും ഭഗവാന്റെ സേവനം ചെയ്തിട്ട്, ആണോ അല്ലേ? എന്നാൽ അതിനെ മാറ്റി വെച്ചിട്ട്
എന്തിന്റെ പേരിലാണെങ്കിലും ഭഗവാന്റെ തീർത്ഥ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ പോലും അതും വെറുതെയാണ്. കാരണം എന്താ, ടൂർ പോകുന്ന പോലെ പോയിട്ട് തിരിച്ചു വരും. എവിടെയാണോ നമുക്ക് ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ തീർത്ഥസ്ഥലം. ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെ പോയാലും അത് കറങ്ങുന്നതിന് തുല്യമാണ്. നമ്മുടേതായിട്ടുള്ള ആസ്വാദനം കണ്ടെത്തുക. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ? ഭഗവാൻ ആസ്വാദനം കൊടുക്കുക എന്നാണ്. ഭഗവാൻ ആസ്വാദനം കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈക്കും ഭക്ഷണം കിട്ടണം. അല്ലാതെ കൈ വെച്ച് ഭക്ഷണം ഇങ്ങനെ അമർത്തേണ്ട ആവശ്യമുണ്ടോ? കൈക്ക് ന്യൂട്രീഷനും പ്രോട്ടീൻസും ഒക്കെ കിട്ടാൻ വേണ്ടി ആണോ? കൈ ശരീരത്തിന്റെ ഉള്ളിൽ ഭക്ഷണം നിൽക്കുമ്പോൾ ഇതിനും കിട്ടും. ഇതിനു വേണ്ടി പ്രത്യേകത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഭഗവാൻ ആസ്വാദനം നൽകുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? പൂക്കൾ ചാർത്തി ഭഗവാന് മാല, പൂക്കളൊക്കെ കോർത്ത് മാല തയ്യാറാക്കും. അതിലെന്താ? സ്നേഹത്തോടെ കൂടെ ഭഗവാൻ പറയുന്നത് പത്രം പുഷ്പം ഫലം വ്യോമേ ഭക്തിയാ പ്രേക്ഷിച്ചു. ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഭഗവാൻ കൊടുക്കുമ്പോൾ ഭഗവാന് സന്തോഷമാണ്. ഭഗവാന് സന്തോഷമാകുമ്പോൾ എനിക്ക് സന്തോഷം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പുറം ലോകത്ത് ഒരാൾക്കാർ ജോലി ചെയ്യുന്ന പോലെ സാലറി കിട്ടും അപ്പോഴാണോ നമുക്ക് സന്തോഷമാവുന്നത്? ആണോ? ഇല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഭഗവാന്റെ ജോലിക്കാരാണ്. അന്നേരം രാധാ മദൻ ഗോപാൽജി സന്തോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കും. ഇന്ന് രാധാകൃഷ്ണ ദിവസം നമ്മൾ കണ്ടതല്ലേ അല്ലേ? ഭഗവാനെ രഥത്തിലിരുത്തി ഇവിടെ കൊണ്ടുപോയി എല്ലാവർക്കും എന്തോ ഭ്രാന്ത് പിടിച്ചു. എന്തുകൊണ്ട്? രാധാ മദൻ ഗോപാലി ഭയങ്കര ഹാപ്പിയായി. അവർ ഹാപ്പി ആയപ്പോഴത്തേക്ക് അതേ കറണ്ട് എല്ലാവരുടെ ഉള്ളിലും കയറി. അന്നേരം ഉള്ളിൽ ആനന്ദത്തിന്റെ ഒരു എനർജി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിനോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട രാധാറാണിന്റെ നാമങ്ങളാണെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ നമുക്ക് അടങ്ങിയൊന്നും ഇരിക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ നൃത്തം ചെയ്തു പോകും. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അതിനത്രയും മനോഹരമാണ്. അപ്പോൾ ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും ഭഗവാനുമായിട്ട് ഏത് ബന്ധം സ്ഥാപിക്കുന്നോ അതിന് ഭഗവാൻ അങ്ങ് നിർബന്ധിതനായി പോകും. അതിനനുസരിച്ച് തിരിച്ച് ഇടപെടാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാ ഗോപികമാർക്കും ഭഗവാനോട് ഒരേ സ്നേഹമാണ്. ഏത് സ്നേഹമാണ്? കാമുകി എന്നുള്ള സ്നേഹം, കാമുകിനോടുള്ള ഒരു ഭാവം. പക്ഷേ രാധാറാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. മനസ്സിലായില്ലേ? രാധാറാണിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊരു ആഗ്രഹമുണ്ട്. ഞാനും കൃഷ്ണനും മാത്രമായിട്ട് ഒരു നിമിഷം കിട്ടിയില്ലെങ്കിൽ. ഇത് രാധാറാണിയും കൃഷ്ണനും മനസ്സിലാക്കി ചില നിമിഷങ്ങളിൽ ചില ഗോപികമാരെ ആ ഒരു അവസരം കൊടുക്കും. ചില സമയത്ത് ലളിതാ സഖിയെടുത്ത് ഊഞ്ഞാലിരിക്കാൻ പറയും ഭഗവാൻ, വിശാഖ സഖിയെടുത്ത് പറയും. അങ്ങനെ ഓരോരോ ഗോപികമാർക്ക് മാറി മാറി ചാൻസ് കിട്ടും. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഗോപിയുടെ ഉള്ളിൽ ആ ഭാവം വളരെ സ്ട്രോങ് ആണ്, ഭഗവാനെ എനിക്ക് കിട്ടിയേ പറ്റുന്നുള്ള ഭാവം സ്ട്രോങ് ആകുമ്പോൾ രാധാറാണി അറിയാതെ ഒളിഞ്ഞു പോകും. അതിന് ഭഗവാൻ ഒരു ത്രില്ല് കാണും. പിന്നെ ഒളിച്ചു പാത്രം കാണുമ്പോൾ ഭഗവാനും ആ ഗോപിക്കും വലിയ സന്തോഷം. അതായത് അത്രയും സ്ട്രോങ് ഫീലിങ്സ് ആണ് ഭഗവാനോടും ആ ഗോപിക്കും. ആ ഒരു ഭക്തി രസം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ലോകത്തിൽ ആർക്കും ആരോടും ഇല്ല. ഇവിടെ ഉള്ളതെല്ലാം കാമാണ്. പക്ഷെ ഇത് പരിശുദ്ധ പ്രേമം. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിരജാദേവിയായിട്ടായിരുന്നു ലീല ചെയ്യുന്നത്. ഭഗവാനോട് വലിയ പ്രേമം. ഭഗവാനെ എന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോ അത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ വന്നു. ഭഗവാൻ സമാധാനമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചു. അവർ പ്രേമലീലകളൊക്കെ ചെയ്തു. അവിടെ രാധാറാണി കാത്തിരിക്കുക. രാധാറാണി ഭഗവാൻ കൃഷ്ണനെ എന്നും നികുഞ്ചങ്ങളിൽ കാണാറുണ്ട്. എല്ലാ ഗോപികമാരും അവിടെ ഒത്തൊരുമിച്ച് കാണാറുണ്ട്. അന്നേരം രാധാറാണി അനുവദിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ ഏതെങ്കിലും ഗോപിയുടെ കൂട്ടത്തിൽ പോകുമ്പോൾ രാധാറാണി കുഴപ്പമില്ല. പക്ഷെ രാധാറാണി അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ കൃഷ്ണൻ ആരും പോക്കാണ് ആ ദിവസം. എല്ലാ ഗോപികമാരും കൂടി ഇടിച്ചത് കൃഷ്ണൻ റൊട്ടിയാക്കുന്നില്ല. അപ്പൊ എന്താണത്തെ കുറെ സമയം കഴിഞ്ഞു. രാധാറാണി ആണെങ്കിൽ ഒരുങ്ങി ഇവിടെ തയ്യാറായി നിൽക്കുക. ഭഗവാൻ കൃഷ്ണൻ ലീലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാധാറാണി വിഷമിച്ചിരിക്കുക. എന്താ കൃഷ്ണൻ ഇത്രയും നേരം? രാധാറാണിക്ക് ഒരു നിമിഷം പോലും കൃഷ്ണനെ ഇരിക്കാൻ വേണ്ടി. ഇനി രാധാറാണിന്റെ വീടുണ്ട്. അവിടെ നിന്നൊക്കെ എന്താ പറയുക, ജഡിലെയും കുടിലെയും ഒക്കെ
അവരിൽ നിന്ന് അവരുടെ കണ്ണും വെട്ടിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് ആ നിമിഷം രാധാറാണി കൃഷ്ണനെ കാണാൻ പറ്റിയെങ്കിൽ രാധാറാണിക്ക് ദേഷ്യമാണ്. പിന്നെ എന്തെങ്കിലും സാഹചര്യം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മനഃപൂർവ്വം വരാതിരിക്കുകയാണെങ്കിൽ പിന്നെ രാധാറാണി വിടുവോ? വിടാൻ പാടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ആരുടെ സപ്പോർട്ട് ചെയ്യുന്നത്? കൃഷ്ണന്റെ സപ്പോർട്ട് എത്ര പേര് ചെയ്യും? കൈ പൊട്ടിക്കുക. രാധാറാണിയുടെ സപ്പോർട്ട് എത്ര പേര് ചെയ്യും? അതാണ് യെസ്, നമ്മൾ രാധാറാണിയുടെ ടീമാണ്. കൃഷ്ണൻ എന്തോ ചെയ്തു അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. കൃഷ്ണനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? രാധാറാണിക്ക് ഇഷ്ടമായിട്ട് നമുക്ക് ഇഷ്ടം. നമ്മളാരാണ്? രാധാ ഗ്യാങ്. ഓക്കെ, അതായത് രാധാറാണി വളരെ വിഷമിച്ചു. ഉടൻ തന്നെ എന്ത് ചെയ്തു? രാധാറാണിക്ക് ചാരന്മാരുണ്ട് അവിടെ ഇവിടെ. അതില് മെയിൻ ചാരന്മാരാണ് തത്തകൾ. കുറെ ടീമുണ്ട്. അവര് ചെന്ന് കറക്റ്റായിട്ട് CCTV ക്യാമറയിൽ എല്ലാം പിടിച്ചെടുത്തു. ക്യാമറയിൽ കേട്ടോ, അവരുടെ മൊബൈൽ ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് രാധാറാണി അടുത്ത് കണ്ടോ? രാധാറാണി കൃഷ്ണന്റെ പരിപാടി കണ്ടോ? രാധാറാണി ഇനി ആ കള്ളനെ ഇങ്ങോട്ട് കേട്ടോ കേട്ടല്ലോ, പറഞ്ഞേക്കാനെ എല്ലാവരും കാവലിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവാൻ ഒന്നും അറിയത്തോലെ രാധേ ഉടനെ ഗോപികമാർ വടിയിട്ട് വിട്ടോ സ്ഥലം എടുത്ത് വിട്ടോ. എന്തു പറ്റി? എനിക്ക് എന്റെ രാധയെ കാണാൻ, രാധയെ കുറിച്ചുള്ള ചിന്തകൾ ഞാൻ ഇത്രയും നേരമായിട്ട് രാധയെ കാണാൻ കഴിച്ചു. ഇത് കള്ളമാണോ എന്ന് വെച്ചാൽ കള്ളമല്ല, സത്യമെന്ന് വെച്ചാൽ സത്യമല്ല. അതാണ് കൃഷ്ണന്റെ പ്രത്യേകത. ഭഗവാൻ എന്ത് പറയുന്നു ആർക്കും മനസ്സിലാവത്തില്ല. അപ്പൊ ഭഗവാൻ പറയുക രാധയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്ന് വെച്ചാൽ ആയിരുന്നു. വൃന്ദാദേവിയുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും രാധാദേവിയെ കുറിച്ച് ചിന്തിക്കുക സത്യമാണ്. കാരണം ഒരേ സമയത്ത് ഭഗവാൻ എല്ലാം ചിന്തിക്കാൻ കഴിയും. ചിരിക്കണം, എല്ലാവരും മോഹം നിർമ്മിച്ചു വെച്ചിരിക്കണം. ഓക്കെ, രാധാറാണി അങ്ങോട്ട് ദേഷ്യമാണ്. അവരെങ്ങോട്ട് കേട്ടത് അടിച്ചു ഓട്ടിക്കാൻ അന്നേരം ഗോപികമാരെല്ലാം ഫുൾ ടീമായിട്ട് അടിക്കാനായിട്ട് വന്നിട്ട് മര്യാദ പോ കൃഷ്ണ. അന്നേരത്തേക്ക് കൃഷ്ണൻ അങ്ങ് ആകെ വിഷമിച്ചു. കൃഷ്ണ അങ്ങ് കരഞ്ഞു, ഒരു പരിവായി. എന്നിട്ട് ഒപ്പം തന്നെ ഭഗവാന്റെ കൂട്ടുകാരൻ ശ്രീധാമ, പിന്നെ എന്താ പറയുന്നത് സ്തോക കൃഷ്ണ, ഇവരെല്ലാവരും അടുത്തു വന്നു. സുബൽ, ഇവരെല്ലാ കൂട്ടുകാരും കൃഷ്ണന്റെ സപ്പോർട്ട് പറയുന്നു. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിച്ചത് ശ്രീധാമയായിരുന്നു. ശ്രീധാമ പറഞ്ഞു രാധ ചെയ്യുന്നത് ശരിയല്ല, കൃഷ്ണന്റെ വിഷമം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇതിനു മുമ്പ് വേറൊരു സംഭവം നടന്നു. എന്ത് പറ്റി? രാധാറാണി ഇത് അറിഞ്ഞ ഉടനെ രാധാറാണി ഫുൾ ഗ്യാങ് ആയിട്ട്, രാധാറാണിക്ക് ഒരു രഥമുണ്ട്, 1,00,000 യോജന നീളം, മനസ്സിലായി? 12 ലക്ഷം കിലോമീറ്റർ രഥം. എന്തോ പിടിക്കും അത്രയും ചക്രങ്ങൾ, 1000 ചക്രങ്ങളുണ്ട് ആ രഥത്തിന്, മനസ്സിലായി? വളരെ മനോഹരമായിട്ടുള്ള ആ രഥം കാണുന്നതിന് നമ്മളെല്ലാം മറന്നു. അത്രയ്ക്ക് മനോഹരമാണ് ശ്രീമതി രാധാറാണിയുടെ രഥം. അതില് എല്ലാവരും കയറി, ഗോപികമാർ ഫുൾ ടീമായിട്ട്. ഇതിനാ കൃഷ്ണനെ കൈയോടെ പിടിക്കാനായിട്ട്. എന്നിട്ട് കറക്റ്റ് സമയത്ത് കൃഷ്ണന്റെ അടുത്ത് ന്യൂസ് എത്തിക്കാൻ എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ അദൃശ്യനായി ഇവിടുന്ന് മുങ്ങി എന്നുള്ളതാണ്. എന്നിട്ട് രാധാദേവി വന്ന് നോക്കിയിട്ട് രാധാദേവിക്ക് എല്ലാം മനസ്സിലായി. പിന്നെ ഒന്നും വേണ്ടിയില്ല, അവൻ വരട്ടെ, ഇന്നലെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവസാനം ഭഗവാൻ കരഞ്ഞു, ഒരുപാട് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഒരു രക്ഷയില്ല. അവസാനം പിന്നെ എന്താ പറയുന്നേ, എന്നാലും ആ നദിയായിട്ട് ഒഴുകിയതാണ് വിരജ നദി. ഇതൊരു ഗോപികയായിരുന്നു, വിരജ എന്ന് പറയുന്ന ഒരു ഗോപികയായിരുന്നു. ആ ഗോപികയാണ് വിരജ നദിയായിട്ട് മാറിയത്. വൃന്ദാദേവി അപ്പോഴും രാധാറാണിയുടെ കൂട്ടത്തിലായിരുന്നു. വൃന്ദാദേവിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ എപ്പോഴും ഒന്നിപ്പിക്കുക, മനസ്സിലായില്ലേ? അതാണ് മെയിൻലി വൃന്ദാദേവിയുടെ ഡ്യൂട്ടി. എന്നിട്ട് രണ്ടുപേരും തർക്കമാകുമ്പോഴത്തേക്ക് ലളിതാദേവി എപ്പോഴും രാധാറാണിയെ സപ്പോർട്ട് ചെയ്യും, വിശാഖാദേവി കുറച്ച് കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു ടീമുണ്ട്, ലോയറാണ് അവരൊക്കെ കേട്ടോ. പ്രതിഭാഗം, പിന്നെ എതിർഭാഗം, അങ്ങനെയൊക്കെ ഒരു ടീംസ് ഉണ്ട്. ഇനി കൂട്ടുകാരന്മാരുടെ ഇടയിൽ ഒരാൾ കൃഷ്ണനെ ഫുൾ സപ്പോർട്ട് ചെയ്യും, ഒരാൾ കുറച്ച് രാധാറാണിയും, അങ്ങനെ ഒരു കോംപ്രമൈസിലേക്ക് എത്താൻ ശ്രമിക്കും. ഇങ്ങനെയാണ് ഡെയിലി അവിടുത്തെ. എന്നും വഴക്കുണ്ട് അല്ലേ, എന്നും
ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അന്നത്തെ ദിവസം തന്നെ മാരേജ്, അന്ന് തന്നെ ഡിവോഴ്സും. ഇത് സ്ഥിരം ഭൂലോകത്ത് നടക്കുന്ന ഒരു കോൺസ്റ്റന്റ് സിസ്റ്റമാണ്. കാണുകയും ചെയ്യും, പ്രേമമാവും, കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിക്കും, പിന്നെ അതിന് എതിർപ്പുകൾ ഉണ്ടാവും, എതിർത്തിട്ട് ഒളിച്ചു പാർത്ത് കാണുകയും ചെയ്യും, പിന്നെ അവസാനം എന്താ അടിയായി പിരിയുകയും ചെയ്യും, വിരഹത്തിരിക്കും. ഇതിലാണ് ഭഗവാനും രാധാറാണിയും ഗോപികമാർക്കൊക്കെ ഒരു ത്രേറ്റമുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വൃന്ദാദേവി ക്ഷമിക്കണം, ഭഗവാൻ ക്ഷമിക്കണം. ആരായിരുന്നു അത്? വിരജ. വിരജ ഗോപികയായിരുന്നു. ആ ഗോപികയാണ് നദിയായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് രാധാറാണി പോയതിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ വളരെയധികം വിഷമിക്കും. വിരജ, നിന്നെ കാണാൻ ഞാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ്, സത്യമാണ് ഭഗവാൻ, കാരണം വിരജാദേവി അത്രത്തോളം ഭഗവാനെ സ്നേഹിച്ചിരുന്നു. പിന്നെ ആ ഗോപിക രൂപത്തിൽ വിരജാദേവി വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ നദിയായിട്ട് തന്നെ ഒഴുകുകയാണ്. കാരണം ഭഗവാൻ ഒരുപാട് വിഷമിക്കുക. മനസ്സിലായി? എന്നിട്ട് നമ്മൾ ഗൗരവത്തേക്ക് പോകുമ്പോൾ ബ്രഹ്മജ്യോതിക്ക് മുമ്പായിട്ടുള്ള നദി ഇല്ലേ, വിരജ, ആ നദിയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഈ വിഷമമുണ്ട്. പക്ഷെ അതേ സമയത്ത് രാധാറാണിയെ കാണാൻ ചെല്ലുമ്പോൾ രാധാറാണി ആ ദേഷ്യത്തോടു കൂടി കുറെ കാര്യങ്ങൾ വഴക്കൊക്കെ പറയും. അപ്പോൾ വൃന്ദാദേവി കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യും. അതിൽ രാധാറാണിക്ക് വലിയ ദേഷ്യമാണ്. രാധാറാണി പറയും, നീ ഒരു നദിയായി പോകട്ടെ എന്ന് പറയും. അങ്ങനെ രാധാറാണി ശരിക്കുകയാണ്. എന്നിട്ട് ശ്രീരാമ വീണ്ടും കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യും. ഉടനെ രാധാറാണി ശ്രീരാമനെ ശരിക്കുക, നീ ഒരു അസുരനായി പോയി ഭൂമിയിൽ ജനിക്കട്ടെ. എന്നിട്ട് ആദ്യം ഭഗവാൻ കൃഷ്ണനാണ് രാധാറാണി ആശ്വസിപ്പിക്കുന്നത്. അന്നേരം രാധാറാണി ആദ്യം ശബ്ദിച്ചത്, കൃഷ്ണൻ നീ ഒരു കല്ലായി പോകട്ടെ, ഞാൻ ഇത്രയും നിന്നെ സ്നേഹിച്ചിട്ട് നിനക്ക് എന്നോട് ഒരു ഭാവവും ഇല്ല, നിന്റെ ഹൃദയം കല്ല് പോലെയാണ്, അതുകൊണ്ട് നീ ഒരു കല്ലായി പോകട്ടെ. അങ്ങനെ ആരാണ് ശാപം കൊടുത്തത്? രാധാറാണിയാണ് 3 പേർക്കും ശാപം കൊടുത്തത്. അപ്പൊ ശ്രീരാമയ്ക്ക് ദേഷ്യം. ശ്രീരാമ എന്ന് പറയുന്നത് രാധാറാണിയുടെ ആങ്ങളെയും കൂടിയാണ്. മനസ്സിലായി? ആങ്ങളെയും പെങ്ങളും എന്നുള്ളൊരു ബന്ധം കൂടെ അവിടെ. മനസ്സിലായി? ആ ഒരു സ്വാതന്ത്ര്യത്തിൽ രാധാറാണി, നീ എല്ലാവരും ക്ഷമിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ശാപം കൊടുത്തത് എന്തായിരുന്നു? 100 വർഷം എന്ത് ഭഗവാനെ പിരിഞ്ഞിരിക്കണോ? ഇതൊരു ഡേഞ്ചർ ശാപമായി. രാധാറാണി തകർന്നു പോയി, ആകെ വിഷമത്തിലായി. ഈ ശാപം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടെ ഭഗവാൻ മുങ്ങി അപ്പുറത്ത് പോയിരുന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് എല്ലാവർക്കും കുഴപ്പമില്ല കേട്ടോ, ഇത് എന്റെ പ്ലാൻ ആയിരുന്നു. കാരണം ഗോലോകത്ത് ഈ ലീലകളൊക്കെ ചെയ്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാന് ഈ ലോകത്തിൽ നമ്മളെ പോലുള്ള ആൾക്കാരുടെ വലിയ കാര്യം, ആ ഗോലോകമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് കിട്ടിയെങ്കിൽ അങ്ങോട്ട് പോകാൻ തോന്നും അല്ലേ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, വൃന്ദ, നീയാണ് എന്നെയും എൻ്റെ പ്രിയപ്പെട്ട രാധയായിട്ടുള്ള സേവനത്തിൽ എല്ലാവരെയും കണക്ട് ചെയ്യുന്നത് നീയാണ്. അതുകൊണ്ട് മർത്യലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് ഒരു സ്റ്റെപ്പെങ്കിലും എൻ്റെ അടുത്തേക്ക് അടയ്ക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണം. അതിന് നീ ഗന്ദകി നദിയായിട്ട് ഭൂമിയിൽ അവതരിക്കും. ഹരിവോ. ആ ഗന്ദകി നദിയുടെ അടുത്ത് ആ തീരത്ത് വളരുന്ന ചെടികളാണ് തുളസി ചെടികൾ. ആ തുളസി ചെടികളിലൂടെ ആ തുളസി ചെടികൾ എൻ്റെ സേവനത്തിനായിട്ട് അർപ്പിക്കുമ്പോൾ, തുളസി പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? എല്ലാവർക്കും ഗോലോകത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഇങ്ങനെ രാധാകൃഷ്ണ സേവയുടെ അടുത്തോട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് നിന്റെ സേവനം എത്രത്തോളം ചെയ്യുന്നോ, എത്രത്തോളം ശ്രദ്ധയോടുകൂടി തുളസി ഇലയെ നോക്കുന്നോ, ബഹുമാനിക്കുന്നോ, അത്രത്തോളം എന്ത് പറ്റും? ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ തുളസി മാലയൊക്കെ, ഇത് തുളസി ചെടിയെ ഒടിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. മനസ്സിലാവും? അതായത് നാച്ചുറലി ഉണങ്ങിപ്പോയ ഇരിക്കാട്ടോ, നാച്ചുറലി ഉണങ്ങിപ്പോയ ആ തുളസി കമ്പുകൾ വെച്ചിട്ടാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് പലയിടത്തും അത് ഡയറക്റ്റ്ലി ചെയ്യുന്നുണ്ട്. അതായത് തുളസി ഉണങ്ങിയാൽ പോലും നമ്മൾ അതിനെ വെറുതെ കളയത്തില്ല. അതായത് പറയുന്നത് തുളസി ഇല വെച്ചിട്ടേ ഭഗവാൻ എന്ത് സ്വീകരിക്കും നമുക്കറിയാം അല്ലെ? തുളസി ഇല ഇല്ലെങ്കിൽ ഉപയോഗിച്ച ഇല വീണ്ടും കൊടുക്കണം. ഇത് നിവേദ്യത്തിനായിട്ട് അർപ്പിച്ച അതേ ഇല വീണ്ടും കൊടുക്കണം.
ഇനി ഉണങ്ങി ഒരു പരുവായാൽ പോലും ആ തുളസിയില ഉപയോഗിക്കാം. ഇനി ഇല ഇല്ലെങ്കിൽ തുളസിയുടെ ഒരു കമ്പ് മതി എന്നാണ് പറയുന്നത്. അത് ഇട്ടാലും ഭഗവാൻ സ്വീകരിക്കാം. തുളസി കമ്പില്ല, തുളസി നട്ടിരുന്ന ആ മണ്ണായാലും മതി എന്നാണ്. അത്രയ്ക്ക് ഭഗവാൻ തുളസി പ്രിയപ്പെട്ടതാണ്. തുളസി മഹാരാണിക്ക് എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഇത്രയും കാര്യം കാണിക്കുന്നത്? നമ്മളെ എന്നാൽ ഇന്നത്തെ വിവാഹം എത്ര ഗ്രാൻഡ് ആക്കേണ്ടതായിരുന്നു? ആണോ അല്ലേ? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പോ ആ ഗണ്ഡകി നദിയുടെ അടുത്തുള്ള ചെടികളാണ് എന്ത്? തുളസി ചെടികൾ. മനസ്സിലായില്ലേ? അതാണ് പല ഭക്തരും തുളസി ചെടികളെ പല സ്ഥലങ്ങളിൽ നട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരെ, ആശ്രമത്തിൽ വരെ, എല്ലായിടത്തും തുളസി ചെടി. എവിടെ തുളസി വരുന്നോ അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. ചില വീടുകളൊക്കെ തനിയെ തുളസി ഇങ്ങനെ വരുന്നത്. എൻ്റെ വീട്ടിൽ എപ്പോഴും തുളസിയാണ്, ശല്യം തന്നെ. അവർക്ക് അറിഞ്ഞൂടെ നാരായണന്റെ സാന്നിധ്യം. മനസ്സിലായില്ലേ? വലിയ ഭാഗ്യമാണ്. കാരണം ഭക്തര് പോലും തുളസി നട്ടു കഴിഞ്ഞാൽ ചിലപ്പം പിടിക്കാറില്ല. കാരണം ആ മണ്ണിന്റെ ദോഷം കാണും. ആ മണ്ണില് പശുക്കളുടെ രക്തം വീണിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ, അതായത് മൃഗത്തെ കൊന്നിട്ട്, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, ശ്രീകരമായിട്ടുള്ള എന്തെങ്കിലും അത് വീണിട്ടുണ്ടോ, അത് ഈ തുളസി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പാപത്തെ അളക്കുന്ന ആളാണ് തുളസി ദേവി. മനസ്സിലാവുന്നുണ്ടോ? ആ തുളസി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഭക്തിയിൽ വീരാൻ കഴിയും. പാപത്തിൽ നിന്ന് മുക്തരായി കഴിഞ്ഞാൽ തുളസി ദേവി നമ്മളെ ശ്രീമതി രാധാറാണിയുടെ അടുത്തേക്ക് എത്തിക്കും. രാധാറാണി എന്താ നോക്കുന്നത്? നമുക്ക് എത്രത്തോളം ഭക്തിയുണ്ട്, ആ ഭക്തിയുടെ തോതനുസരിച്ച് നമ്മളെ ഭഗവാൻ കൃഷ്ണനായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ശ്രീരാമടുത്ത് പറഞ്ഞു, നീ ശങ്കാചൂടനായിട്ട് ജനിക്കും. ശങ്കാചൂടൻ എന്ന് പറഞ്ഞ അസുരൻ ഗോപികമാരെ തട്ടിക്കൊണ്ടു പോകാൻ പോകുന്ന അസുരനായിട്ട്. എന്നിട്ട് ഭഗവാൻ തന്നെയാണ് ആ അസുരനെ കൊല്ലുന്നത്. ഓക്കെ, അങ്ങനെ നീ ശാപമുക്തനാകുമെന്ന് പറഞ്ഞു. അതുകൂടാതെ നീ ജലന്ധരൻ എന്ന് പറയുന്ന ഒരു അസുരനായിട്ടും ജനിക്കുന്നത് കേട്ടോ. അന്നേരം വൃന്ദാദേവി ഭൂമിയിൽ വരുമ്പോൾ വൃന്ദാദേവിയും ഭഗവാനുമായിട്ടുള്ള ഒരു വിവാഹം കഴിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം തുളസി വിവാഹം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ തുളസി ദേവിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പൂർണ്ണമായിട്ടും തുളസി ദേവിയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം, അതിനു വേണ്ടി ഒരു ലീല. അന്നേരം തുളസി ദേവിയെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും യോഗ്യരായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ തന്നെ പാർശ്വതനായ ശങ്കാചൂടൻ ജലന്ധരനായിട്ട് അവതരിക്കും. മനസ്സിലായോ? പിന്നെ രാധാറാണി ഒരു ശാപം കൊടുത്തിട്ടുണ്ട്. ആ ശാപവും അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. മനസ്സിലാവുന്നു? അന്നേരം എല്ലാവരും ചോദിച്ചു, അന്നേരം അങ്ങേക്ക് കിട്ടിയ ശാപം കൃഷ്ണ? അന്നേരം ഞാൻ പറഞ്ഞു, ഞാനൊരു ശിലയായിട്ട് മാറുന്നുണ്ട്. അതാണ് സാലഗ്രാമശില. അതില് ആവാഹനത്തിന്റെ ആവശ്യമില്ല, പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യമില്ല. സാലഗ്രാമം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കൃഷ്ണനാണ്. രാധാറാണി പറഞ്ഞു, അപ്പൊ എനിക്ക് കിട്ടിയ ശാപം? അപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ലീലകൾ ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ രാധ, നിന്റെ പ്രേമം, എന്നോടുള്ള വിരഹപ്രേമം കണ്ട് എല്ലാവർക്കും ഒരു പ്രചോദനമാകും. യഥാർത്ഥ ഭക്തി എന്താണ്, പരമോന്നത ഭക്തി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് തുളസി ദേവി ആദ്യം ഭൂമിയിൽ വരുന്നത്. പക്ഷെ എന്നിട്ടും ആ ശാപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വേറൊരു കാരണം ഉണ്ടായിരുന്നു. പറയുന്നു, ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് തുളസി ദേവി നമ്മുടെ ഗണപതിയുടെ അടുത്ത് വയ്ക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഉണങ്ങാൻ വെയിലൊക്കെ കൊള്ളാനായിട്ട്. അപ്പൊ എനിക്ക് ഒരു ടെൻഷൻ വരും. എന്തോന്നറിയാം, രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കാണ്. ആര്? അതറിയോ? ഗണപതിയും തുളസി ദേവി. എന്താ പറ്റിയെന്ന് വെച്ചാൽ, വിഘ്നേശ്വരൻ ആദ്യം ബ്രഹ്മചര്യായിരുന്നു. വിഘ്നേശ്വരൻ വിവാഹം കഴിച്ചിട്ടില്ല. നമ്മൾ നാട്ടിലെല്ലാം പറയുന്ന വിവാഹം കഴിച്ചിട്ടില്ല നമുക്ക്. പക്ഷെ നോർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഭാര്യമാരുണ്ട്. സിദ്ധിയും ഋദ്ധിയും ആളുടെ ഭാര്യമാരാണ്. അന്നേരം വിഘ്നേശ്വരൻ ബ്രഹ്മചര്യായിരുന്നു. അവളാണെങ്കിൽ വലിയ കൃഷ്ണഭക്തൻ. അന്നേരം ബ്രഹ്മചര്യായിട്ടൊരു ആശ്രമമൊക്കെ റെഡിയാക്കി അവിടെ സേവനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം വൃന്ദാദേവി ആ സമയത്താണ് ഗണ്ഡകി നദിയായിട്ട് ഒഴുകുന്നത്. അതേ സമയത്ത് വ്യക്തി രൂപത്തിൽ, കാരണം
ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അത് ഭൂമിയിൽ വന്നതിന് ശേഷം ആ ശാപത്തെ പ്രാവർത്തികമാക്കാൻ ഒരു നിമിത്തം വേണം, അതിനൊരു കാരണം വേണം. മനസ്സിലായില്ലേ? അന്നേരം വൃന്ദാദേവി വിഘ്നേശ്വരനെ കണ്ടപ്പോ വലിയ ഇഷ്ടമായി വൃന്ദാദേവിക്ക്. അന്നേരം വിഘ്നേശ്വരനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി നീ എന്നെ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ബ്രഹ്മചാരം പറഞ്ഞിട്ട് അന്നേരത്തേക്ക് വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഒഴിച്ചു. മനസ്സിലായില്ലേ? അവസാനം പല രീതിയിൽ അഭ്യർത്ഥിച്ചിട്ട് വിഘ്നേശ്വരൻ കേൾക്കുന്ന പറഞ്ഞപ്പോ വിഘ്നേശ്വരനൊരു എന്തോ ഒരു ശാപം കൊടുത്തു. എന്തായിരുന്നു ശാപം? നീ 2 ഭാര്യമാരെ വിവാഹം കഴിക്കട്ടെ. വിഘ്നേശ്വരൻ സഹിക്കുക, ദേഷ്യമാണ്. അങ്ങനെ നിന്നെ ഒരു രാക്ഷസൻ വിവാഹം കഴിക്കട്ടെ. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശവം കൊടുക്കും. അന്നേരം തുളസി ദേവിക്ക് വലിയ വിഷമമായി. വൃന്ദാദേവിയാണ്. വലിയ വിഷമമായി. അന്നേരം ദേവി മാപ്പ് ചോദിച്ചു. അപ്പം പറഞ്ഞു, വിഷമിക്കേണ്ട, ഭഗവാൻ ഇതിൽ നിന്നും നിനക്ക് മോക്ഷം നൽകും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഒരു ലീല, ഒരു നാടകം പോലെ എന്താവും നമ്മളെ ആ ഒരു ലീല മനസ്സിലാക്കി തരാന് നമ്മുടെ അടുത്തേക്ക് തുളസി ദേവി എത്തിക്കാൻ വേണ്ടിയുള്ള ഭഗവാന്റെ പ്ലാൻസ് ആണ്. നമുക്ക് അതിന് വിഘ്നേശ്വരനും തുളസി ദേവി എല്ലാവരും കൂടെ ഒരു റോള് നിർവഹിക്കുന്നേ ഉള്ളൂ. അങ്ങനെ എത്ര മാലകൾ എനിക്കുണ്ടെങ്കിലും വനമാലയും ഒരിക്കലും ഉടങ്ങാത്ത വനമാലയുണ്ട്. സ്വർണ്ണ രത്നങ്ങൾ പതിപ്പിച്ച മാലയുണ്ടെങ്കിൽ, സ്വർണ്ണ രത്നങ്ങൾ പതിപ്പിച്ച മാലയുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു മാലയായിരിക്കും. ഏതാ? തുളസി മാല. തുളസി മാല കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഒരു തുളസിയില കെട്ടിയാൽ മതി, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഭക്തിയോടുകൂടി ഒരു തുളസിയില മതി എന്നെ സന്തോഷിപ്പിക്കും. എന്താണ് ആ തുളസിയുടെ മഹത്വം? വൈകുണ്ഠത്തിൽ പറയുന്നു, ഭഗവാന് ധാരാളം മാലകളുണ്ട്. പൊതുവെ നമ്മൾ പൂക്കൾ ഓർഡർ ചെയ്ത് ഇവിടെ വരുമ്പോഴേ പൂക്കളുടെ ജീവൻ ഇരിക്കും. പൂക്കളുടെ മുഖമൊക്കെ വാടി പിന്നെ അതിനെ കെട്ടി ഒരു ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ അവസാനം മാല ചേർത്തിട്ട് ഇങ്ങനെ ഉണങ്ങി ഒരു പരുവായിട്ട്. പക്ഷെ ഭഗവാന്റെ കാര്യത്തിലിരിക്കുന്ന വനമാല എന്ന് പറഞ്ഞാൽ ഇപ്പം, അതായത് പുഷ്പിച്ച് അതിന്റെ പെർഫെക്ഷൻ, അതായത് പൂക്കൾ വിടരുന്നതിന് ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ അങ്ങോട്ട് മാക്സിമം വിടർന്നതേ ഉള്ളൂ. ആ രീതിയിലാണ് പുഷ്പിക്കുന്നത്. എന്നിട്ട് പറിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. അതായത് ഓരോ നിമിഷം ആ പൂ ഇങ്ങനെ വിടർന്നുകൊണ്ട് ഇരിക്കും, ഉണങ്ങില്ല. അങ്ങനെയുള്ള പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തിയിട്ട് കഴുത്തിലിടുമ്പോ എപ്പോഴും വണ്ടി, അതായത് ചെടിയിലിരിക്കുന്ന പൂക്കളെ മറന്നിട്ട് അതിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന പൂക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വണ്ടുകൾ എപ്പോഴും ഇങ്ങനെ ചുറ്റി, ആ വണ്ടുകളൊക്കെ യോഗികളും ഋഷിമാരും അവര് എന്ന് പറയുന്ന വേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് എന്നിട്ട് ആ പുഷ്പത്തിന്റെ സുഗന്ധമോ ഒന്നും പറയാനില്ല. ഇവിടെ റോസാപ്പൂവിൽ നിന്ന് റോസാപ്പൂവിന്റെ മണിയുള്ളൂ, അവിടെ പലതരം ഗന്ധങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന് പ്രത്യേകിച്ച് പെർഫ്യൂം അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഭഗവാന്റെ സ്വന്തം പെർഫ്യൂം ഉണ്ട്, ശരീരത്തിൽ നിന്ന് വരുന്ന ഗന്ധം, അത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതും ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് കിക്ക് അടിക്കുക എല്ലാവരും ചുറ്റും. ഒന്ന് സൗന്ദര്യത്തിന്റെ ആ ലഹരി, പിന്നെ ഈ ഭഗവാനിൽ നിന്ന് വരുന്ന ഗന്ധം, പിന്നെ പൂക്കളും കൂടെ ആകുമ്പോഴത്തേക്ക് സത്യം പറയാൻ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ കൊണ്ടുപോകാത്തത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അടിച്ചു പോകും, കണ്ണ് ഫ്യൂസ് അടിച്ചു പോകും. കാരണം ഇത് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ട് ശീലമില്ല. പിന്നെ ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞാലോ ഇത്രയും മനോഹരമായിട്ടുള്ള ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല. അതില് നമ്മൾ ഉന്നത അവസ്ഥയിലായി പോകും. ഇനി അബദ്ധവശാൽ ഭഗവാനെ തൊട്ടാലോ അതും ഒരു കിക്കാണ്. ഇതേപോലെ ഒരു സ്പർശന സുഖം ഇതുവരെ കിട്ടും. പിന്നെ ഗന്ധമോ അത് പിന്നെ പറയും വേണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ആ ലഹരിയിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. നമുക്ക് ഭഗവാനായിട്ട് സംസാരിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. നമ്മൾ ബോധം കിട്ടു പോകുന്നില്ല ഓരോ നിമിഷവും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള, ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് വസ്തു എന്ന് തന്നെ പറയും, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വസ്തുവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ആസ്വദിച്ചിട്ടില്ല. അതാണ് ഭഗവാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നല്ല മാല കഴുത്തിൽ ഉണ്ടായിട്ട്
ഭഗവാൻ ആ മാലയല്ല ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് മാലയാ? തുളസി മാല. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ വീണ്ടും കുറച്ചായിട്ട് ബാക്കി ഒരു മാലയും ഭഗവാൻ തൊടത്തില്ല. കൗസ്തുഭമണിയും അതും ഇതുമൊക്കെ അവരെല്ലാം വ്യക്തികളാണ്, അത് ഓർക്കുക. കൗസ്തുഭമണി ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് കൗസ്തുഭമണിയാണ് കുലശേഖരനായിട്ട് ജനിച്ചത്. മുകുന്ദമാല എഴുതിയ ഭക്തൻ കൗസ്തുഭമണി അവതരിക്കുകയാണ്. അവരെ തിരിഞ്ഞു നോക്കത്തില്ല, ചക്രത്തെയും നോക്കാറില്ല, ഗതയും നോക്കാറില്ല, ശംഖചക്രം പത്മത്തെയും നോക്കാറില്ല. ഭഗവാന്റേതായിട്ടുള്ള ആനന്ദത്തിലേക്ക്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തുളസിമാല എടുത്തിട്ട് അതിലൊന്ന് ആലോചിച്ചു. തുളസി എന്തുമാത്രം പ്രിയമായിരിക്കും ഭഗവാൻ. എന്തുകൊണ്ട്? സാക്രിഫൈസ്, തുളസി ദേവിയുടെ ത്യാഗം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ പാതിവൃത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് ഭഗവാനെ ഏറ്റവും പർച്ചേസ് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം. മനസ്സിലാവുന്നു? അതുകൊണ്ട് പറയുന്നു, രാധാദേവി പോലും തുളസി ദേവിയുടെ പൂജ ചെയ്യാറുണ്ട്, തുളസി ചെടിയുടെ. എന്തുകൊണ്ട്? അന്നേരം രാധാദേവി പോലും തുളസി ചെടിയുടെ പൂജ ചെയ്യുന്നു. തുളസി ദേവി എന്ന് പറയുന്നത് രാധയുടെ അസിസ്റ്റന്റ് ആണ് വൃന്ദാദേവി. പക്ഷെ എന്നാല് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് രാധാരാണി